നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം എയർ സ്പേസ് വയലേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ UN സഭയുടെ വളരെ പ്രധാനപ്പെട്ട സെഷനിൽ പങ്കെടുക്കാനായി സെലൻസ്കി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. റഷ്യക്കെതിരെയും യൂറോപ്പിൽ ഞങ്ങളാണ് ഫസ്റ്റ്, ഞങ്ങളിവിടെ പരാജയപ്പെടുകയാണെങ്കിൽ റഷ്യ അടുത്ത് ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. ഇതിനിടയിൽ റഷ്യയെ പേപ്പർ ടൈഗർ എന്ന് ട്രംപ് പറഞ്ഞത് ഇതൊക്കെ വളരെ വിവാദപരമായ കാര്യങ്ങളായി മാറി. എന്നാൽ ഇതിനിടയിൽ ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞു. ഉക്രൈൻ ജയിക്കാനുള്ള സാധ്യത ഇവിടെ അധികമാണ്. അവർ ചിന്തിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന് മുൻപ്, അതായത് 2014 അതിന് മുൻപുണ്ടായിരുന്ന പ്രശ്നമാണോ എന്നറിയില്ല, പ്രീ വാറിലുണ്ടായിരുന്ന മാപ്പ് വീണ്ടും അവരെ കൊണ്ട് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇതിന് റഷ്യ ഇപ്പോൾ ഒരുപാട് എതിർ സ്റ്റേറ്റ്മെന്റുകൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ക്രെംലിൻ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയുക? കഴിയുമെന്നുണ്ടെങ്കിൽ ഉക്രൈനെ കൊണ്ട് റഷ്യയുടെ പക്കൽ നിന്നും ഈ ഭൂമി തിരികെ എടുക്കാൻ ആവശ്യപ്പെടുക. ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ നമ്മൾ അറിയാൻ പോകുന്നത്, റീസെന്റ് ടൈംസിൽ റഷ്യ ഉക്രൈൻ സംബന്ധിക്കുന്ന തീരുമാനങ്ങളിൽ ട്രംപ് ഒരു വലിയ യൂ ടേൺ അടിക്കുന്നുണ്ട്. ബാറ്റിൽ ഫീൽഡിൽ ഇത് എത്രത്തോളം സാധ്യമായി മാറും? ശരിക്കും ഉക്രൈനെ കൊണ്ട് റഷ്യയുടെ പക്കൽ നിന്നും ഈ സ്ഥലങ്ങളെല്ലാം തിരികെ എടുക്കാനാകുമോ? അങ്ങനെ എടുക്കണമെങ്കിൽ അതിന് എന്തെല്ലാം ചെയ്യേണ്ടി വരും? റഷ്യ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ വീഡിയോ നമ്മൾ വീണ്ടും നാറ്റോ വേഴ്സസ് റഷ്യ എന്ന റീസെന്റ് എസ്കലേഷനിൽ നിന്നും ആരംഭിക്കാം. അടുത്തിടെ നാറ്റോയിൽ ചേർന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. ഈ സ്വീഡന്റെ ഡിഫൻസ് മിനിസ്റ്ററായ പാൽ ജോൺസൺ സ്വീഡന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ നൽകി. അതിൽ റീസെന്റ് ടൈംസിൽ റഷ്യയ്ക്കും നാറ്റോയ്ക്കും ഇടയിൽ നടക്കുന്ന ഈ എസ്കലേഷൻസ്, എയർ സ്പേസ് വയലേഷൻസ്, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. എസ്റ്റോണിയയിൽ സംഭവിച്ച ഒരു വലിയ കാര്യം, 12 മിനിറ്റോളം ഞങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ റഷ്യൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നു, ഈ രീതിയിലൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഈ ചെക്ക് റിപ്പബ്ലിക് മറ്റൊരു കാര്യം പറഞ്ഞു, നാറ്റോയ്ക്കുള്ളിൽ ഇതിനുശേഷം റഷ്യൻ വിമാനങ്ങൾ വന്നാൽ വെടിവെച്ച് വീഴ്ത്തുമെന്നൊക്കെ. ഇപ്പോൾ ഒരു പടി മുകളിലേക്ക് ചെന്ന് സ്വീഡൻ പറഞ്ഞത്, നിങ്ങൾ മറ്റ് രാജ്യങ്ങളെ പോലെ സ്വീഡനെ ചിന്തിക്കേണ്ട. റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ എന്തെങ്കിലും നാറ്റോയ്ക്കുള്ളിൽ വരികയാണ്, അല്ലെങ്കിൽ നാറ്റോ എയർ സ്പേസ് ആയിട്ടുള്ള ഞങ്ങളുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്താൽ ഞങ്ങൾ ഒരല്പം പോലും ചിന്തിക്കുകയില്ല, ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്താൻ ഒരല്പം പോലും മടിക്കില്ല എന്ന് നേരിട്ടൊരു ഭീഷണി നൽകിയിട്ടുണ്ട്. സത്യത്തിൽ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം റഷ്യയ്ക്കും ഇവർക്കും ഇടയിൽ ഒരുപാട് ചരിത്രപരമായ പ്രശ്നങ്ങളും ഒരുപാട് ബന്ധവുമുണ്ട്. പല നല്ല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് ടൈംസിൽ നാറ്റോയിൽ ഇവർ ചേർന്നതിന് ശേഷം അഗ്രസീവ് സ്റ്റേറ്റ്മെന്റ് സ്വീഡൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് ആദ്യത്തെ തവണ. അപ്പോൾ ഇവർ ഏത് ധൈര്യത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എന്നറിയില്ല. സത്യത്തിൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം വരുമ്പോൾ ആദ്യം ആരംഭിക്കാൻ പോകുന്ന പ്രശ്നം സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുക. ഈ രാജ്യങ്ങളുടെ ഡിഫൻസിനും ബാൾട്ടിക് രാജ്യങ്ങളുടെ ഡിഫൻസിനും നാറ്റോ ഒരു മൂവ്മെന്റ് പോലും അവിടെ ചെയ്യുകയില്ല. ഞാനീ പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാജുറേറ്റ് ചെയ്യുന്നത് പോലെ തോന്നാം. പക്ഷേ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു എയിം റഷ്യ അവിടെ തകർക്കുക എന്നതാണ്. യൂറോപ്പിലുള്ള ചില പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ബിഗ് 5 അലയൻസ് എന്ന് പറയുമല്ലോ, ഈ രാജ്യങ്ങൾക്ക് ഏതൊരു പ്രശ്നവും വരാൻ പാടില്ല എന്നതിന് വേണ്ടി റഷ്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അലയൻസ് ആണിത്. എന്നാൽ ഇതിലുള്ള ഈ മറ്റ് രാജ്യങ്ങൾ, ഇവർക്ക് ആവശ്യമില്ലാത്ത ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യങ്ങളിൽ റഷ്യ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ എതിർക്കാൻ ഈ സംഘടനയിലുള്ള ഏതൊരു രാജ്യവും വരില്ല. തുർക്കി വരില്ല, അമേരിക്ക പോലും വരില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവർ പണം തന്നില്ല, ചിലവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള സംരക്ഷണം നൽകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നാളെ സ്വീഡനും റഷ്യയ്ക്കും ഒരു പ്രശ്നം വരികയാണ്. ഒരു പക്ഷേ റഷ്യയുടെ ഒരു എയർക്രാഫ്റ്റിനെ സ്വീഡൻ വെടിവെച്ച് വീഴ്ത്തി. തുർക്കി 2015 ചെയ്തതുപോലെ ഇവിടെ സ്വീഡൻ എന്തെങ്കിലും ചെയ്ത് അതിനൊരു റിട്ടാലിയേഷൻ റഷ്യ നടത്തിയാൽ തീർച്ചയായും പറയാൻ സാധിക്കും, നാറ്റോ അവിടെ വരില്ല. എന്നാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുകയാണോ അറിയാതെ സംസാരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. അടുത്തത് സെലൻസ്കി UN സഭയിലേക്ക് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയി. ഇത് സംഭവിച്ചതിനു ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇവർ നൽകിയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാറുന്നതായി കാണുന്നുണ്ട്. ഇതിന് മുൻപുവരെയും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുടിൻ എനിക്ക് വളരെ ക്ലോസ് ആയ വ്യക്തിയാണ്, ഞാൻ ചിന്തിച്ചാൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയും, ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കും. ഒരുപാട് എക്കണോമിക്കൽ ലോസ്, ഒരുപാട് ലൈഫ് ലോസ് ആകുന്നത് രണ്ട് സൈഡിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പുടിനോട് സംസാരിക്കാം. വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമെന്ന് ചില ദിവസങ്ങൾക്ക് മുൻപ് പോലും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ റഷ്യയുടെ ഈഗോ എന്ന് ട്രിഗർ ചെയ്തു. റഷ്യ ഒരുപാട് ഇവിടെ സംസാരിക്കുകയാണ്. ഇങ്ങനെ റഷ്യ ജയിക്കാൻ കഴിയാത്തൊരു യുദ്ധത്തെ വലിച്ചു നീട്ടിക്കൊണ്ടു പോവുകയാണ്. റഷ്യ അവരുടെ പവർ ഫ്ലെക്സ് ചെയ്യുന്ന ഒരു പേപ്പർ ടൈഗർ പോലെയാണ്. ഇത് കാരണം അവർക്ക് വലിയ വിജയമൊന്നും ഇവിടെ ലഭിക്കില്ല. അവരുടെ പവർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് യുദ്ധം ഉപയോഗിക്കുന്നത് എന്ന് ഓപ്പൺ ആയി തന്നെ ക്രിട്ടിസൈസ് ചെയ്തു.
ഇതിനു മുൻപ് ഇത്രത്തോളം ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് റഷ്യക്കെതിരെ ട്രംപ് നൽകിയിട്ടേയില്ല. ഇതിന് ഒരു റെസ്പോൺസ് തീർച്ചയായും വരണമല്ലോ. ആദ്യം ഈ പേപ്പർ ടൈഗർ എന്താണെന്ന് ചോദിച്ചാൽ വെറും സംസാരം മാത്രമേ കാണുകയുള്ളൂ, പ്രവർത്തികളൊന്നും കാണില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനെ ഉപമിക്കുന്ന രീതിയിലാണ് ഈ പേപ്പർ ടൈഗർ എന്ന് പറയുന്നത്. ഇതിന് ക്രെംലിൻ വളരെ നല്ലൊരു മറുപടി നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞത് റീസെന്റായി അമേരിക്കയുടെ പ്രസിഡന്റ് റഷ്യയെ പേപ്പർ ടൈഗർ എന്ന് വിളിച്ച ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക, റഷ്യ പേപ്പർ ടൈഗർ അല്ല, റഷ്യ ബിയറിന് തുല്യമാണ്, കരടികളുമായി ബന്ധമുള്ളൊരു രാജ്യമാണ്. ഈ പേപ്പർ ടൈഗർ എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ മറ്റു പല മൃഗങ്ങളുമായി അതിനെ ഉപമിക്കുന്നുണ്ട്, പക്ഷേ കരടിയുമായി ഇതുവരെ ഉപമിച്ചിട്ടില്ല. അപ്പോൾ റഷ്യ എന്ന ഈ ജൈജാന്റിക് ബിയറിനെ നിങ്ങൾ മുറിപ്പെടുത്തണം, അല്ലെങ്കിൽ അവരെ ഒന്ന് നുള്ളി നോക്കണമെന്ന് ചിന്തിക്കരുത്. ഉള്ളതിൽ വളരെ അഗ്രസീവായ അനിമൽ കരടിയാണ്. ഈ മൃഗങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കാം. ഒരു യുദ്ധത്തിൽ ഒരു സിംഹം വളരെ പെട്ടെന്ന് പിന്നിലേക്ക് പോകും. അതായത് ഒരു സ്ഥലത്തൊരു ബാറ്റിൽ സംഭവിക്കുകയാണ്, വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ശത്രു വളരെ ശക്തനാണ്, ഇങ്ങനെയൊക്കെ തോന്നിയാൽ സിംഹം വളരെ പെട്ടെന്ന് പിന്നിലേക്ക് പോകും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായൊന്നും സംസാരിച്ചിട്ടില്ല. പുലി വളരെ ക്രൂരമായിരിക്കും. യുദ്ധത്തിൽ ഇറങ്ങിയാൽ പിന്നെ ജീവനാണോ മരണമാണോ എന്ന ഘട്ടം വരെയും പോരാടും. എന്നാൽ അതിനേക്കാൾ മോശം കരടിയാണ്. ഈ കരടികളുടെ യുദ്ധം കണ്ടാൽ മനസ്സിലാകും. ഈ നാഷണൽ ജിയോഗ്രഫിക് അത് സംബന്ധിക്കുന്ന ചാനലിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. അവസാനം ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെയും അവിടെ നിന്ന് പോരാടും. എത്രത്തോളം കഴിയുമോ അത്രത്തോളം. പരാജയപ്പെട്ടാലും പ്രശ്നമില്ല. ശത്രുവിനെ എത്രത്തോളം മുറിപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം ചെയ്യും. പരാജയത്തിന്റെ മുനമ്പിലേക്ക് ശത്രുവിനെ കൊണ്ടുപോകും. എന്നിട്ട് മാത്രമേ കരടി തന്റെ അവസാനം അന്വേഷിക്കുകയുള്ളൂ. അപ്പോൾ ബാറ്റിൽ ഓഫ് ബിയർ എന്നത് വളരെ മോശമായി സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ റഷ്യയെ ആരെങ്കിലും മുറിപ്പെടുത്താൻ ചിന്തിക്കുകയാണ്, റഷ്യക്കെതിരെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത നിങ്ങൾ അങ്ങ് ഉപേക്ഷിക്കുക. റഷ്യയെ നിങ്ങൾ ചൊറിയാത്തിടത്തോളം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എന്നാൽ അങ്ങനെ ചൊറിഞ്ഞാൽ അതിന്റെ അനന്തരം തയ്യാറായിരിക്കണം എന്ന് ഓപ്പണായി വിമർശിച്ചു. അടുത്ത സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കൊടുക്കുകയാണ്. സെലൻസ്കി പറഞ്ഞത്, ഇതിനകം ജോർജിയ വിഷയത്തിൽ യൂറോപ്പ് പരാജയപ്പെട്ടു. റഷ്യ ജോർജിയയിൽ ഒരു യുദ്ധം തൊടുത്തുവിട്ടിരുന്നു. പ്രത്യേക ചില ഭാഗങ്ങളെ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. അതിനാൽ അവിടെ ഡെമോക്രസി ഇല്ല. അടുത്ത് അവർ മോൾഡോവയായിരിക്കും ലക്ഷ്യം വയ്ക്കുക. ഇറാൻ എങ്ങനെയാണോ ഇറാഖിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇറാൻ ഇറാഖ് പ്രശ്നത്തിൽ എങ്ങനെയാണോ ഇറാനെ പല രാജ്യങ്ങൾ സഹായിച്ചത്, അതുപോലെ ഇവിടെ റഷ്യയുടെ പക്കൽ ഉക്രൈൻ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത റഷ്യ മോൾഡോവയിലായിരിക്കും കൈവയ്ക്കുക. മോൾഡോവയിലെ ആ ആക്രമണം എന്നത് അടുത്ത ബാൾട്ടിക് രാജ്യങ്ങളിലേക്ക് തിരിയും. അപ്പോൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ റഷ്യ ആരെ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. റഷ്യ യൂറോപ്പിനെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഞങ്ങൾക്ക് ഇപ്പോൾ വീഴുന്ന അടി നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വീഴാം. അപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ പരാജയമായി മാറുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഉടൻ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു അറിയിപ്പ് വന്നു. നമ്മൾ ഉക്രൈനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഉക്രൈൻ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ യുദ്ധത്തിന്റെ തന്ത്രം യുക്തി എല്ലാം വെച്ച് നോക്കുമ്പോൾ റഷ്യ അവരെ കൊണ്ട് വീഴ്ത്താൻ സാധിക്കും. വീഴ്ത്താൻ കഴിയുമെന്ന് അദ്ദേഹം ഓപ്പണായി പറഞ്ഞില്ല. ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്തത് അവരുടെ ഭൂപ്രദേശങ്ങളെല്ലാം അവരെ കൊണ്ട് തിരികെ എടുക്കാൻ കഴിയുമെന്നൊരു കാര്യം പറഞ്ഞു. തിരികെ എടുക്കുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരികെ എടുക്കുക? ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ആക്ച്വൽ സിനാരിയോയിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. 1,00,000 സ്ക്വയർ കിലോമീറ്ററിലധികമുള്ള ഒരു പ്രദേശം, അതിലും കൂടുതൽ പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലുണ്ട്. റഷ്യ തന്നെ വളരെ സ്ലോ ബേസിലാണ് ഇതെല്ലാം കൈപ്പറ്റിയത്. കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുൻപ് വരെയും, അതായത് 2023 സെപ്റ്റംബറിൽ ഈ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചു. അന്ന് മുതൽ മാർച്ച് മാസം വരെയും 2025 മാർച്ച് മാസം വരെയും അവർ പിടിച്ചെടുത്ത റേഷ്യോ എന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ബേസിലായിരുന്നു. പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ കുറവായിരുന്നു, പക്ഷേ ആ സ്ഥലങ്ങളെല്ലാം അവർ ഹോൾഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. മാർച്ച് മാസത്തിന് ശേഷമാണ് അവർ പിടിച്ചെടുക്കുന്ന വേഗത കൂടാൻ തുടങ്ങിയത്. ഏകദേശം 40%-ലധികം റേഷ്യോയിൽ അത് കൂടി. പിന്നീട് ഒരുപാട് സ്ട്രൈക്സ് നടത്തി പ്രദേശങ്ങളെ പിടിച്ചെടുത്തു. ഇപ്പോൾ റഷ്യ ഈ സൈഡ് നമ്പർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ പവർഫുള്ളായ രാജ്യവുമാണ് ഉക്രൈനുമായി കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഉക്രൈൻ എന്ന ഈ ബിംബത്തിന്റെ പിന്നിൽ നാറ്റോ ഒരു ട്രംപ് കാർഡായി ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നാറ്റോ അകത്തേക്ക് വന്ന് ഇവർക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വെപ്പൺ സിസ്റ്റം എല്ലാം അകത്ത് ഫ്ലോ ആകുന്നുണ്ട്. എന്നാൽ അത് ഉക്രൈൻ ഉപയോഗിച്ചാലും റഷ്യയ്ക്ക് എതിരെയുള്ള അവരുടെ സക്സസ് റേഷ്യോ എന്നത് വെറും 6-8% വരെ മാത്രമാണ്. കാരണം ഇവർ കൗണ്ടർ ഒഫൻസീവ് ചെയ്ത് വലുതായി ഏതൊരു വിജയവും അവർക്കൊണ്ട് ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, ഖേഴ്സൺ പ്രദേശം, കാർഖീവ് ഒക്കെ ഉക്രൈൻ ആരംഭത്തിൽ പിടിച്ചെടുത്തല്ലോ എന്ന് ചോദിച്ചാൽ അത് അവരാൽ പിടിച്ചെടുത്തതല്ല. റഷ്യയ്ക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ റഷ്യ അവിടെ നിന്ന് പിന്മാറിയതാണ്. ഒരു ഘട്ടത്തിന് ശേഷം ഫ്രണ്ട് ലൈൻ സ്ട്രെച്ച് ആകുമ്പോൾ എല്ലായിടങ്ങളിലും ഒരു ഹോൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ ഹോളുകളെല്ലാം വളരെ എളുപ്പത്തിൽ റഷ്യയെ കൊണ്ട് അടയ്ക്കാനും കഴിയില്ല. എല്ലായിടങ്ങളിലും ഉക്രൈൻ അഡ്വാൻസ്ഡ് ആയി വരും. ആ സമയത്ത് അവിടെ നിന്നും റീക്രിയേറ്റ് ആകും.
ഉക്രൈൻ നന്നായി അറിയാം റഷ്യ കൊണ്ട് ഇത് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല എന്ന്. റഷ്യയ്ക്കും ഇത് നന്നായി അറിയാം നമ്മെ കൊണ്ട് ഈ പ്രദേശങ്ങളെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല എന്ന്. അങ്ങനെ അവർ റീട്രീറ്റ് ആയ പ്രദേശങ്ങളെയാണ് വെറും 16 ദിവസത്തിൽ ഉക്രൈൻ പിടിച്ചെടുത്ത് അവരുടെ വിജയമായി ക്ലെയിം ചെയ്തത്. ഉക്രൈൻ അത്രത്തോളം ക്യാപ്പബിൾ ആണെങ്കിൽ ഇപ്പോൾ റഷ്യ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടാകണമായിരുന്നു. കാരണം അന്നുള്ള ആയുധ സഹായങ്ങളെക്കാട്ടിലും ഏകദേശം 3 മടങ്ങ് സഹായം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ റേഷ്യോയിൽ പോലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഇവരെ കൊണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയും, അത്രത്തോളം സ്ട്രാറ്റജി തന്ത്രമൊക്കെ വലുതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ റഷ്യ അവിടെ നിന്ന് പുറത്തേക്ക് അയക്കേണ്ടതായിരുന്നു. അത്രത്തോളം സഹായം വന്നിട്ടുണ്ട്, അത്രത്തോളം ആവശ്യമായ സ്ട്രാറ്റജിസ്റ്റ് അകത്തുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയം തന്നെ എടുത്തു നോക്കാം. പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല. അപ്പോൾ ചില സ്ട്രാറ്റജിസ്റ്റൊക്കെ അകത്തേക്ക് വരും മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും, അവരുടെ പ്രവർത്തികളായിരിക്കും ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ പിന്നെ ചെയ്ത് കാണിക്കുക, പറഞ്ഞു കാണിക്കുക. ഇങ്ങനെ പേരിന് വേണ്ടി പാർട്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങും, പക്ഷെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതെല്ലാം സ്ട്രാറ്റജിസ്റ്റിന്റെ റോളായിരിക്കും. അങ്ങനെ ഉക്രൈനുള്ളിൽ നാറ്റോയുടെ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്. എയർബേസ് അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നത് മുതൽ ഏത് മിസൈൽ യൂസ് ചെയ്യണം, ഏത് സമയത്ത് അത് യൂസ് ചെയ്യണം, അതിനാവശ്യമായ ഡാറ്റ, സാറ്റലൈറ്റ് ഇൻപുട്ട് വാങ്ങുക, ആവശ്യമായ റെക്കോൺസൻസ് നൽകുക, ഇങ്ങനെ A to Z എല്ലാം ചെയ്യും. ലേബലിൽ മാത്രം ഉക്രൈൻ ലേബൽ ഉണ്ടാകും. എന്നിട്ട് കൂടിയും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇവർ റഷ്യയ്ക്ക് കൊടുത്ത ഒരു വലിയ മുറിവ് അത് അവരുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിച്ചതാണ്. ഈ ക്രൂഡ് സപ്ലൈ, റിഫൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സ്, ഗോഡൌൺസിൽ സ്ട്രൈക്ക് നടത്തുക, ഇതിന്റെ റിഫൈനറീസിൽ സ്ട്രൈക്ക് നടത്തുക, ഇക്കാര്യത്തിൽ മാത്രമാണ് റഷ്യയ്ക്ക് ഒരു മുറിവ് സംഭവിച്ചത്. അതല്ലാതെ കൂടുതൽ വിജയമൊന്നും ഉക്രൈൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞിട്ടുള്ളത് പുടിനോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പിനെയാണ് കാണിക്കുന്നത്. താൻ എന്ത് പറഞ്ഞാലും പുടിൻ കേൾക്കുന്നില്ലല്ലോ എന്ന ഒരു ദേഷ്യമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത്. അതല്ല എങ്കിൽ ശരി, മറ്റു മാർഗമില്ല. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും സെലൻസ്കി ഒരു സീസ് ഫയറിന് സമ്മതിക്കും. നമ്മൾ ഇതിനകം തന്നെ നോബൽ പ്രൈസിന്റെ ടിക്ക് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. ഇനി റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റിനെയും അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ ക്ലെയിം ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു നോബൽ പ്രൈസ് ക്ലെയിം ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു തീരുമാനത്തിലും ആയിരിക്കാം ഒരു പക്ഷേ ട്രംപ്. പക്ഷെ വീണ്ടും പറയുകയാണ്, റഷ്യ ഇവിടെ മനസ്സ് വച്ചില്ല എന്നുണ്ടെങ്കിൽ, റഷ്യ പിടിച്ചെടുത്ത പ്രദേശം ഉക്രൈന് കൊടുക്കാം എന്നുള്ള തീരുമാനം വരാതെ ഉക്രൈനെ കൊണ്ട് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന പ്രദേശങ്ങളെ തിരികെ എടുക്കാനേ കഴിയുകയില്ല. ബാറ്റിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്, വാർത്തകളിൽ നമ്മൾ അറിയുന്നത് മറ്റൊന്നാണ്. റഷ്യ സ്ട്രൈക്ക് ചെയ്യുന്നു, ഉക്രൈൻ സ്ട്രൈക്ക് ചെയ്യുന്നു, വാർത്തകൾ ശരിയാണ്. എന്നാൽ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ എത്ര പ്രദേശങ്ങൾ ഉക്രൈനെ കൊണ്ട് തിരികെ ക്ലെയിം ചെയ്യാൻ സാധിച്ചു? കഴിഞ്ഞ ഒരു മാസത്തിൽ ഇതിനെക്കുറിച്ചുള്ള എത്ര വാർത്തകൾ വന്നിട്ടുണ്ടാകും? ഒന്നും വന്നിട്ടുണ്ടാകില്ല. അങ്ങനെ യാതൊരു വിജയം ഉക്രൈൻ ലഭിച്ചിട്ടില്ല. ഇതാണ് ബാറ്റിൽ ഫീൽഡിൽ സംഭവിക്കുന്നത്. പകരം റഷ്യ വളരെ പതുക്കെ മുന്നേറിയാലും ഓരോ ദിവസവും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ ടൗൺസ് ഇങ്ങനെ അവർക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനവർ ഒരുപാട് വില നൽകുന്നുണ്ട്, ഒരുപാട് ചിലവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മറ്റൊരു വശം. ഗ്രൗണ്ടിൽ അവർക്ക് വിജയം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഉക്രൈനെ കൊണ്ട് ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ കഴിയുന്നുണ്ടോ? റഷ്യ ചിലവ് ചെയ്യുന്നത് പോലെ തന്നെ നാറ്റോയും അവിടെ ചിലവ് ചെയ്യുന്നുണ്ട് ഉക്രൈന് വേണ്ടി. എന്നാൽ അതിനനുസരിച്ചുള്ള വിജയം ഉക്രൈന് ബാറ്റിൽ ഫീൽഡിൽ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും മാറി മാറി സംസാരിക്കുന്നതിന്റെ അർത്ഥം ഇങ്ങനെ ചെയ്താലെങ്കിലും യുദ്ധം അവസാനിക്കും എന്ന് ട്രംപ് ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു വലിയ യു ടേൺ അടിച്ച് ഞങ്ങൾ പവർ യൂസ് ചെയ്ത് റഷ്യനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് ഉക്രൈന് വീണ്ടും ഒരു വെപ്പൺ സപ്ലൈ നൽകാൻ കഴിയും. വെപ്പൺ സപ്ലൈ എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല, വെപ്പൺ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിന് ശേഷം ഇവരിങ്ങനെയുള്ള പദ്ധതികൾ ഇട്ട് ഉക്രൈന് വെപ്പൺസ് കൊടുത്ത് അതുപയോഗിച്ച് ഉക്രൈൻ റഷ്യ സ്ട്രൈക്ക് ചെയ്താൽ അപ്പോഴായിരിക്കും റിയൽ ഗെയിം സ്റ്റാർട്ട് ആവുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ട്രംപ്, സെലൻസ്കി മാറി മാറി സ്റ്റേറ്റ്മെന്റ് നൽകുന്നു. അതിന് റഷ്യയും മറുപടി പറയുന്നുണ്ട്. സത്യത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വേർഡ് ഓഫ് വാർ മാത്രമാണ്, വെറും വാക്കുകൾ കൊണ്ടുള്ള ഒരു പോര്. ഇനി ഓപ്പണായി തന്നെ ട്രംപ് സെലൻസ്കിക്ക് വെപ്പൺസ് നൽകി അതുപയോഗിച്ച് ഉക്രൈൻ റഷ്യയിൽ സ്ട്രൈക്ക് നടത്തിയാൽ അതിന്റെ അവസാന ഫലം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.